അമേരിക്കൻ ഇസ്രായേൽ സൈനിക നടപടികളെ എതിർത്തുകൊണ്ടിരിക്കുന്ന നാറ്റോ യൂറോപ്യൻ രാഷ്ട്രങ്ങൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാൻ അമേരിക്ക ഒരുങ്ങുന്നു. പെന്റഗൺ എക്സ്പ്ലോറിംഗ് ഓപ്ഷൻ ടു പണിഷ് നാറ്റോ അലൈസ് ദാറ്റ് ഡിഡ് നോട്ട് സപ്പോർട്ട് US ഓപ്പറേഷൻ അഗെയിൻസ്റ്റ് ഇറാൻ. ഇറാനെതിരെ ആ ഓപ്പറേഷൻ നടത്തുന്നതിനോട് സഹകരിക്കാത്ത നാറ്റോ രാഷ്ട്രങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കാൻ അമേരിക്ക ഒരുങ്ങുന്നതായിട്ടുള്ള റിപ്പോർട്ട് വരുന്നു. ഇൻക്ലൂഡിംഗ് സസ്പെൻഡിങ് സ്പെയിൻ ഫ്രം ദി അലയൻസ്. സ്പെയിനിനെ സഖ്യ രാഷ്ട്രങ്ങളിൽ നിന്ന് നാറ്റോയിൽ നിന്ന് തന്നെ പുറത്താക്കാനുള്ള നീക്കം അമേരിക്ക നടത്തുന്നതായി പറയുന്നു. അതോടൊപ്പം തന്നെ ബ്രിട്ടന് ഫാക്ലാൻഡ് എന്നറിയപ്പെടുന്ന ലാൻഡ് ദ്വീപുകളുടെ അവകാശവാദം ബ്രിട്ടനും അമേരിക്കയും തമ്മിൽ നിലനിൽക്കുന്നുണ്ട്. എന്നാൽ അതിൽ വീണ്ടും പരാതി ഉന്നയിക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ അമേരിക്ക നടത്തുന്നത്. ഈ കാര്യങ്ങൾ ഇപ്പോൾ റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മാത്രമല്ല സമാനമായി പല നീക്കങ്ങളും അമേരിക്ക യൂറോപ്യൻ രാഷ്ട്രങ്ങളിൽ പല രാഷ്ട്രങ്ങൾക്കും നേരെ ഉന്നയിക്കാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ അതേ സമയത്ത് സ്പെയിനിന്റെ പ്രസിഡന്റ് ഇപ്പോൾ ശക്തമായ രൂപത്തിൽ വീണ്ടും ഇസ്രായേലിനെതിരെ നടപടി സ്വീകരിക്കാൻ നാറ്റോയിൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്രായേലുമായിട്ടുള്ള വാണിജ്യ ബന്ധം അവസാനിപ്പിക്കണമെന്നാണ് നാറ്റോയിൽ സ്പെയിൻ ആവശ്യപ്പെടുന്നത്. സ്പെയിൻ ഇപ്പോൾ പറയുന്നത് ഇസ്രായേലുമായി നമ്മളുള്ള ഉടമ്പടികളെല്ലാം പ്രധാനമായും ബെഹ്തിറാമിൽ കാനൂനി ദുവലി വൽ കാനൂനിൽ ഇൻസാനി, മാനുഷിക അതുപോലെ അന്താരാഷ്ട്ര നിയമങ്ങളെ പാലിച്ചുകൊണ്ട് അതിനെ ബഹുമാനിച്ചുകൊണ്ടാണ് ഈ കരാറുകളെല്ലാം നിലനിൽക്കുന്നത്. അത് ഇല്ലാത്ത സ്ഥിതിക്ക് ആ കരാറുമായി മുന്നോട്ട് പോകേണ്ട സാഹചര്യം യൂറോപ്യൻ രാഷ്ട്രങ്ങൾക്കില്ല. വമിനൽ വാദിഹ അന്ന ഇസ്രായേൽ ലാ തഹ്തരിമു ദാലിക്, ഇത്തരത്തിലുള്ള യാതൊരു നിയമങ്ങളെയും ഇസ്രായേൽ പാലിക്കുന്നില്ല എന്നത് വ്യക്തമാണ്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇവിടെ ഏതെങ്കിലും ചില വ്യക്തികളോ ഏതെങ്കിലും ചില രാഷ്ട്രങ്ങളോ മാത്രമല്ല, അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഇസ്രായേലിന് ലോക നിയമങ്ങൾ, മാനുഷിക നിയമങ്ങൾ ഇതൊന്നും അവർ പരിഗണിക്കുന്നില്ല. ഈ ലോകത്ത് ഇപ്പോൾ നിലനിൽക്കുന്ന പ്രശ്നങ്ങളുടെ മുഴുവൻ അടിത്തറ, അതിന്റെ മുഴുവൻ കാരണം ഇസ്രായേലാണ് എന്ന് ഏകദേശം ലോകത്തെ എല്ലാ രാഷ്ട്രങ്ങളും, അമേരിക്കയും ഇസ്രായേലും ഒഴികെയുള്ള എല്ലാ രാഷ്ട്രങ്ങളും ഇപ്പോൾ ഈ ഒരു നിലപാട് തന്നെ സ്വീകരിക്കുന്നു. ഇത്തരം ആരോപണങ്ങൾ ഇസ്രായേലിനെതിരെ ഉന്നയിക്കുന്നു. മാത്രമല്ല അദ്ദേഹം പറയുന്നത് ഇത്തരത്തിലുള്ള നിയമങ്ങൾ പാലിക്കുന്നില്ല ലാഫി ലബ്നാൻ വലഫി ദഫൽ ഗർബിയ വലഫി ഗസ, ഗസയിലും അതുപോലെ തന്നെ വെസ്റ്റ് ബാങ്കിൽ അതുപോലെ ലബനാനിൽ ഇവിടെയൊന്നും ഈ മാനുഷിക നിയമങ്ങൾ ഒരിക്കലും ഇസ്രായേൽ പാലിച്ചിട്ടില്ല. അതുപോലെ അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ നിയമങ്ങൾ പാലിക്കാതെ ആ കരാറുമായി മുന്നോട്ട് പോകേണ്ട ബാധ്യത നമുക്കില്ല. അതുകൊണ്ട് ഇസ്രായേലുമായി എത്രയും പെട്ടെന്ന് ബന്ധം വിച്ഛേദിക്കണം എന്നാണ് സ്പെയിൻ നേതാവ് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിനെതിരെയാണ് ഇപ്പോൾ കടുത്ത നിലപാടുമായി സ്പെയിനിനെ സഖ്യകക്ഷികളിൽ നിന്ന് തന്നെ നാറ്റോയിൽ നിന്ന് തന്നെ പുറത്താക്കാനുള്ള നീക്കം അമേരിക്ക ഒരു ഭാഗത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ ഒരു അമേരിക്കയുടെ ഈ നീക്കത്തിന് യൂറോപ്പ് ഒറ്റക്കെട്ടായി പ്രതികരിക്കുമോ അതല്ല സ്പെയിൻ പുറത്താകുമോ എന്നതാണ് ഇപ്പോൾ ലോകം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്.